കിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനല്ല ഞാൻ. കഴിഞ്ഞ ഇതിപ്പോ ഒരു ഓണം വരാറായി, ഈ ഓണം വരാറായി. ഈ കഴിഞ്ഞ ഓണത്തിന് കുറെ ഇന്റർവ്യൂസിന് ഞാൻ കണ്ടിട്ടുള്ള കിച്ചു ഇത്രയൊന്നും സംസാരിക്കണ ഞാൻ കണ്ടിട്ടേ ഉത്തരങ്ങളാണ്. ഓയ്യോ ആണ് ഭയങ്കര ഒരു മെഡിക്കൽ മിറാക്കിളാണ് നടന്നിരിക്കുന്നത്. ഇതാരാ പഠിപ്പിച്ചെടുത്തത്? ഇത് സ്വന്തമായിട്ട് എടുത്തിട്ട് വന്നതാ. എനിക്ക് തന്നെ ഉണ്ടായിരുന്നു സംസാരിക്കണം നല്ലപോലെ, ഒരടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു നല്ലപോലെ സംസാരിക്കാൻ പറ്റണം. അപ്പൊ അടുത്ത ഓണത്തിന് എന്തായിരിക്കും വലിയൊരു മോട്ടിവേറ്റർ അങ്ങനെ വല്ല ആവോ? ഇനി എന്താണ് അടുത്ത വർഷം ആവുമ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണെന്ന് ആരും ഇറക്കി വിടാൻ പോരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? അപ്പൊ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. കൊല്ലമാണ് വീട് സേഫ് ആയിട്ട് നിൽക്കാൻ. കൊല്ലം എന്ന് പറയുമ്പോ കൊല്ലത്ത് എനിക്ക് എവിടെ വേണേലും സേഫ് ആയിട്ട് വെക്കാം, കൂട്ടുകാരുള്ളതുകൊണ്ട്. പൊന്നി രേണുസുതി, ചെറുക്കൻ വേറെ ലെവലൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചെറുക്കൻ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതേ ഇപ്പോൾ വീട്, വസ്തു ഒക്കെ വാങ്ങാനുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി, നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങി, ആളുകളായിട്ട് നല്ലപോലെ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി, ലൈഫിൽ രക്ഷപ്പെടണം എന്നൊരു ചിന്ത വരാൻ തുടങ്ങി. ഓക്കെ, ഇനി ഈ പയ്യനെ എൻ്റെ പൊന്നു രേണുസുതി നിങ്ങൾ ട്രോൾ ചെയ്യുകയോ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഓക്കെ, ചെയ്യരുത്. കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുത്ത വീഡിയോയിലടക്കം ഈ പയ്യനെയും ഈ പയ്യൻ്റെ വീട്ടുകാരെയും നിങ്ങൾ അടച്ചാക്ഷേപിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, നിങ്ങൾക്ക് ലൈം ലൈറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വയ്യ. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പുറത്ത് വരുമല്ലോ. അതായത് ഇപ്പോൾ ക്യാൻസർ ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നിങ്ങൾ ഫേസ് ചെയ്ത് ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഴയ പോലെ ആൽബവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വേണേൽ സബ്സ്ക്രിപ്ഷനും എടുത്ത് നിങ്ങൾക്ക് വേറെ ലെവലാവാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അസുഖം നിങ്ങളെ അതിന് അനുവദിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾക്ക് എന്ത് പൊട്ടത്തരവും എന്തും വിളിച്ചു പറയാനുള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾ കരുതരുത്. ഏതോ ഒരു ഓൺലൈൻ മീഡിയയെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ പൈസ കൊടുത്ത് കൊണ്ടുവന്ന പോലും അറിയാൻ വയ്യ. ഓക്കെ, അവരെ കൊണ്ടുവരുത്തി നിങ്ങൾ ഇന്റർവ്യൂ എടുപ്പിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ മുന്നേ അവര് പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് റിയാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ വളർത്തുമകനാണെന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വളർത്തുമകനാണെന്നുണ്ടെങ്കിലും പെറ്റമ്മ പെറ്റിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നുമില്ല ഒരു പോറ്റമ്മയാണല്ലോ. സോ ഈ പയ്യൻ ഇവന്റെ വഴിക്ക് വിട്ടേക്ക്. ഇനിയുള്ള ഓരോ വീഡിയോയിലും ഇനിയുള്ള ഓരോ ചർച്ചയിലെങ്കിലും ഇവന്റെ പേരെടുത്തിടാതിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ചിലപ്പോൾ നിങ്ങളുടെ ഫാൻസുകാർ പോലും, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഫാൻസുകാരൊക്കെ ഉണ്ടെന്ന്, അവർ പോലും ചിലപ്പോൾ നിങ്ങളെ വെറുക്കാൻ കാരണമായേക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു ബൈറ്റ് കിച്ചുവിന്റെ കണ്ടുവെക്കാം. ഓക്കെ, മോനെ ഒരു വിളിക്കാറോ വല്ലതും ഉണ്ടോ? ഇല്ല, ഇപ്പം അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല. ജസ്റ്റ് ഇതിൽ ഇടയ്ക്കൊക്കെ വല്ല മെസ്സേജ് ഇടും, അങ്ങനെയൊക്കെ ഉള്ളൂ. വലിയായിട്ടൊരു കോണ്ടാക്ട് ഇല്ല ഇപ്പം. ശരിക്കും ശിവനെ നമ്മൾ ഈ കാണും പോലെ ഒന്നും അല്ലല്ലേ, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 2 മാസമൊക്കെ സംസാരിക്കാതിരുന്ന ടച്ച് അങ്ങ് വിടും. ഉറപ്പായിട്ടും തേക്കുമല്ലേ നീ എന്നെ? പിന്നെ ഉറപ്പായിട്ടും ഞാൻ അതങ്ങനെയാണോ സംഭവം? എന്താണ്? എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് വർഷങ്ങളോളം വിളിക്കാത്ത ഫ്രണ്ട്സിനെയൊക്കെ പിന്നെ വിളിക്കുമ്പോൾ അത് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് അതിപ്പം ചില എനിക്കും കൂട്ടുകാരുണ്ട്, ഡെയിലി വിളിക്കത്തില്ലായിരിക്കും, പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഒരു അങ്ങനെ എനിക്ക് ഉള്ള ഫ്രണ്ടാണ് ഹംബിൾ മ്യൂസിഷ്യൻ. അങ്ങനെ എന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അഭിലാഷ് വ്ളോഗർ അല്ല, എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. അവനൊക്കെ ഒരു 3-4 മാസം ടച്ച് ഇല്ലാതിരിക്കും, പക്ഷെ വിളിക്കുമ്പോഴും നമ്മൾ കറങ്ങാൻ പോവും, കാണും. അപ്പൊ അച്ഛൻ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ലേ? അച്ഛനെ കാണാം. അച്ഛൻ്റെ ആയിട്ടുള്ള എൻ്റെ അടുത്ത് ഒരു ഇത് കാണത്തില്ലെന്നായിരിക്കും ചിലപ്പം. കാണത്തില്ല എന്നല്ല കേട്ടോ, അവർക്ക് അവരുടെ ആയിട്ടുള്ള തിരക്ക് കാര്യങ്ങൾ കാണും. അച്ഛൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ്? ഇപ്പൊ നമ്മുടെ ജെയിനെ പറഞ്ഞ പോലെ ജയിജിത്ത്. അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഞാനായിരിക്കും. ആണോ? അത് കഴിഞ്ഞ അച്ഛൻ്റെ വേറെ സെലിബ്രിറ്റി ഫ്രണ്ട്സ് അങ്ങനെ വല്ല? മമ്മൂക്കനോട് സ്റ്റാർ മാജിക്കില് എല്ലാവരും അച്ഛനും അങ്ങനെ ഒരാളില്ല. അച്ഛന് എല്ലായിടത്തും അച്ഛനും ഒരുപോലെ ഒരു, അല്ലാതെ ഈ പുള്ളിയെടുത്ത് ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലായിടത്തും ഒരുപോലെ നിൽക്കുക. ഇപ്പം അച്ഛൻ ജീവിച്ചു വെച്ച ഒരു ലൈഫ്, അപ്പൊ ആ ഒരു ലൈഫിൽ നിന്ന് കിച്ചു ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കിച്ചു മനസ്സിലാക്കിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ കാര്യം നോക്കി പോവുക, അതിനകത്ത് വേറൊരു ലൈഫിലോട്ട് ഇടപെടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ ഇടപെടാതെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ അങ്ങ് പോകണം. ഇതുപോലെ അഡ്വൈസ് ഒക്കെ തരുമായിരുന്നു? പറയും. ഇതിനെ പറ്റിയിട്ടാണോ പറയുന്നത്? ഞാൻ ആരെയും വിശ്വസിക്കല്ലേ, ഇങ്ങനെ പൊക്കോണം,
എന്നൊരു രീതിയിൽ പറയും എപ്പോഴും. എപ്പോഴും നമ്മൾ മാത്രമേ കാണുള്ളൂ, ഈ കാണുന്നവരാരും കൂടെ കാണില്ല, സംഭവമൊക്കെ പറയും എപ്പോഴും. എല്ലാരും സുധിച്ചേട്ടനെ വെച്ചിട്ടാണ് മോനെ പറയുന്നത്. സുധിച്ചേട്ടന്റെ മകൻ സുധിച്ചേട്ടന്റെ മകനാണെന്ന് നമ്മളോടൊപ്പം അങ്ങനെ അറിയാനാണോ ആഗ്രഹം? അതെ ആണ്. കൊല്ലം സുധിയുടെ മകനെന്നറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ നേരമായി അച്ഛൻ കാരണം നമുക്ക് മെയിൻ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പോഡ്കാസ്റ്റിലൂടെ അറിയാനും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനി നമുക്ക് കിച്ചുവിലേക്ക് വരാം. കിച്ചുവിൻ്റെ ലൈഫ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേട്ടറിഞ്ഞത് വെച്ചിട്ട് ശരിക്കും ഇപ്പോൾ കിച്ചു ഞാൻ ചെയ്തതൊരു തെറ്റായിപ്പോയി, എനിക്കത് ശരിയാക്കിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന വല്ല കാര്യം വല്ലതും ഉണ്ടോ? ഇപ്പൊ പറഞ്ഞില്ല, ആ വഴക്കുണ്ടായത് ഒരു ഭയങ്കരമായിട്ടൊരു അച്ഛനുമായിട്ടല്ല, അല്ലാതെ ഇപ്പം നോക്കുകയാണെങ്കിലും എല്ലാം ഈ ഇപ്പം വ്ളോഗിങ് തുടങ്ങിയത് എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എടുത്ത് ചില സമയത്ത് തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. ഈ ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴേ ശരിക്കും ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ഷോർട്ട് ടേം വേർഡ് വരാറുണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു പോയത് പിന്നെ അത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ്. ഇത്ര ടൈമിൽ നമുക്ക് കാണുള്ളൂ, അത് കൺട്രോൾ ചെയ്താൽ മതി നമ്മള്. ശരിക്കും ഈ കൊല്ലം സുധി തന്നെ പറയുന്നുണ്ട്, എന്താ ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുധി തന്നെ മോനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമുക്ക് നമ്മളെ കാണൂ, ഈ ഒരു ടൈം എത്തുമ്പോൾ നമ്മളോട് ആരും കാണില്ല എന്നൊക്കെ കൊല്ലം സുധി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആർക്കാ? കിച്ചുവിന്. അപ്പോൾ എനിക്കൊന്ന് പുള്ളി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മുൻകൂട്ടി കണ്ടിരുന്നു. അവസാനം ഒരു ടൈം ചിലപ്പോൾ അത് ശരിക്കും എന്താ പറയുന്നത്, ശരിക്കും ചില സമയത്ത് ചില പോയിന്റിൽ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കും. അതായിരിക്കും ചിലപ്പോൾ കൊല്ലസുധിക്കും തോന്നിപ്പിച്ചത്. ഓക്കെ, ഒന്ന് ചിന്തിച്ചു. ഓക്കെ, കുഞ്ഞിലെ തന്നെ പ്രസവിച്ച അമ്മ ഉപേക്ഷിച്ചു പോയി, അത് കഴിഞ്ഞ് ഒരു രണ്ടാനമ്മ അതായത് രേണുസുധിയോടൊപ്പം വളരുന്നു, അത് കഴിഞ്ഞ് അവരിൽ നിന്നും വിട്ടുമാറി വീണ്ടും ഒറ്റയ്ക്കാവുന്നു. ആ ഒരു പയ്യന്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. ഓക്കെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കെ, നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് ഭാഗ്യവാന്മാരാണ്. ശരിക്കും ഈ ഞാനൊരു ഭാഗ്യവാനാണ് ശരിക്കും പറഞ്ഞാൽ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ എല്ലാം ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇതൊന്നും ഇല്ലാതെ ലൈഫിൽ ഇനി ഒന്നേന്നെല്ലാം വെട്ടിപ്പിടിക്കണം. ജീവിതത്തിൽ ഇനി ഒന്നേന്നൊരു പ്രോപ്പർട്ടി വാങ്ങണം, അവിടെ ഒരു വീട് വെക്കണം, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം, ഒരു വരുമാനം ഉണ്ടാക്കണം, ഇനി ഒരു വിവാഹം കഴിക്കണം, എന്തെല്ലാം കടമ്പകളാണ്. ഒരു വലിയ പ്രായമൊന്നുമില്ലാത്തൊരു കൊച്ചു പയ്യൻ തന്നെയാണ് ശരിക്കും ഈ കിച്ചു സുധി എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഈ പയ്യനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി, ആ സ്ത്രീ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തിട്ട് കോപ്രായങ്ങൾ ഓരോന്നും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം സുഹൃത്തുക്കളെ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും. ഇനിയെങ്കിലും എൻ്റെ രേണുസുധി നിങ്ങളുടെ മകനെ നിങ്ങൾ തന്നെ ഇരയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ദേ കൊണ്ടുവന്ന് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ കാണും, കണ്ടിട്ട് റിയാക്ട് ചെയ്യും. ഇനി നിങ്ങൾ എത്ര പൂങ്ങണീര് ഒഴിക്കാലും ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ വെറുക്കും. അതേ നടക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇനിയെങ്കിലും ആ പയ്യൻ അവന്റെ കാര്യം നോക്കി മുന്നോട്ട് പോട്ടെ. നീ അവൻ വ്ളോഗിങ്ങോ എന്തോ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആക്കിയിട്ട് അവൻ്റെ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് ഇനി അവനൊരു വീട് വെച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനിയെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയകളിൽ ആ പയ്യന്റെ പേര് വലിച്ചഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക, ചിന്തിക്കുക. ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാതെ നിങ്ങളെ തെറി വിളിക്കാനോ നിങ്ങളെ ആട്ടിത്തുപ്പാനോ ഇതിനൊന്നും ഞാനാരുമല്ല. ഓക്കെ, ഒരു ചെറിയൊരു ഉപദേശം അത്ര മാത്രമേ ഉള്ളൂ. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിച്ചുവിനെ പറ്റിയുള്ള അഭിപ്രായവും രേണുസുധിയെ പറ്റിയുള്ള അഭിപ്രായവും നിങ്ങൾക്ക് വീഡിയോയിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എൻ്റെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരു ഒറ്റ ക്ലിക്ക് മതി, ഒന്ന് ഫോളോ ചെയ്തേക്കാട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.